മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ഒരു വൃദ്ധൻ ഒരു പട്ടണത്തിൻ്റെ നടുക്കിൽ ചെന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പന്ത് തട്ടിക്കളിക്കാൻ തുടങ്ങുകയാണ്. കുറച്ചു നേരം തട്ടിത്തുടങ്ങി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബാലൻ അദ്ദേഹത്തിൻ്റെ കൂടെ പന്ത് തട്ടി കളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിച്ചത്, ഈ വൃദ്ധൻ്റെ കളിയെ ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിൻ്റെ മെയ്വഴക്കവും കളിയിലെ പ്രകടനവും എല്ലാം കണ്ട് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഈ കുട്ടിയോടൊപ്പം കുറച്ച് പേരും കൂടി കളിക്കാൻ കൂടുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു വൃദ്ധനല്ല, അതൊരു യുവാവായിരുന്നു. ഒരു യുവാവ് വേഷം മാറി വന്നതായിരുന്നു. അദ്ദേഹമാണ് ഇതിഹാസ ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നീട് അവിടെ ജനപ്രവാഹമായിരുന്നു. ഒത്തിരി പേര് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് മേടിക്കാനൊക്കെ ഒത്തിരി തിരക്കായിരുന്നു. അദ്ദേഹത്തെ വെളിപ്പെടുത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടിയത്, എല്ലാവരും തിരിച്ചറിഞ്ഞതും. ഇതുപോലെ ഒരു വെളിപ്പെടുത്തലിൻ്റെ സുവിശേഷ ഭാഗമാണ് ധനകാലത്തിൽ 4-ാമത്തെ ഞായറാഴ്ചയിൽ നാം വായിച്ചു കേൾക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ തുടങ്ങുന്ന വാക്യങ്ങളിൽ യേശുവും സമരിയക്കാരിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നാം അവിടെ കാണുക. ഒത്തിരി വ്യാഖ്യാനങ്ങളും ഒത്തിരി ആന്തരിക അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. ഈ ഒരു സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നുന്നു. പ്രത്യേകമായി ഈ ഒരു സംഭവം നടക്കുന്ന കാലഘട്ടം എന്നുള്ളത് യഹൂദരും സമരിയക്കാരും തമ്മിലുള്ള ശത്രുതയുടെ ഒരു സമയമാണ്. ഒരു യഹൂദൻ പോലും സമരിയയിലൂടെ യാത്ര ചെയ്യാൻ ഭയപ്പെട്ടിരുന്നു. അവർ അതിന് പകരമായി ജോർദാൻ നദിയുടെ തീരത്തുകൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. വടക്ക് ഭാഗത്തോട്ടും തെക്ക് ഭാഗത്തോട്ടും യാത്ര ചെയ്തിരുന്നത് ജോർദാന് തീരത്തു കൂടിയാണ്. യഹൂദർ ഒരിക്കലും സമരിയയിലൂടെയുള്ള യാത്ര തിരഞ്ഞെടുത്തിരുന്നില്ല, അവർ ഒഴിവാക്കിയിരുന്നു. ഈ ശത്രുത തന്നെയാണ് അതിന് കാരണം. എന്നാൽ ക്രിസ്തു ഇവിടെ ഇതിനെയെല്ലാം ചലഞ്ച് ചെയ്യുകയാണ്. ക്രിസ്തു അപകടം നിറഞ്ഞ വഴി തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ നാം കാണുന്ന ശത്രു രാജ്യങ്ങൾ പോലെയായിരുന്നു അന്ന് യൂദയായും സമറിയായും. ശത്രു രാജ്യത്ത് കൂടി ഒരു പൗരൻ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു ആ വഴി തിരഞ്ഞെടുക്കുകയാണ്, സ്വയം ചലഞ്ച് ചെയ്യുകയാണ്. ഇവിടെയാണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ക്രിസ്തു പറയുമ്പോൾ അതിൻ്റെ പൊരുൾ ക്രിസ്തു ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ്. കൂടാതെ നാം വായിച്ചു കേൾക്കുന്നുണ്ട്, ക്രിസ്തു സീക്കാർ എന്ന പട്ടണത്തിൽ പോയി അവിടെ യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ വെള്ളം കോരാൻ വന്ന സമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത്. ആ കിണറിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ കിണർ എന്ന് സുവിശേഷകൻ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ആടുകൾക്ക് ദാഹം മാറ്റുന്നതിന് വേണ്ടിയുള്ളൊരു കിണറായിരുന്നു. ഇന്നും സമരിയക്കാർ ഈ കിണറിനെ ആശ്രയിച്ച് അതിൽ നിന്ന് കുടിക്കുന്നുണ്ട്, ശുദ്ധജലം കണ്ടെത്തുന്നുണ്ട്. ഇവിടെ സഭാപിതാവായ ഒറിജിൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ കിണറിനെ ആത്മീയമായ ഒരു കിണറെന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ ഈ ഒരു സുവിശേഷ ഭാഗം നാം കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു വയ്ക്കുക, ക്രിസ്തു നൽകാൻ പോകുന്ന ജീവന്റെ ജലത്തിന് കടലെന്നും ജീവന്റെ ഉറവ എന്നും അർത്ഥമുണ്ട്. യഥാർത്ഥത്തിൽ സുവിശേഷകൻ ഇവിടെ ആഗ്രഹിക്കുന്നത് ആത്മാവിനെ തന്നെ നൽകുമെന്നുള്ളതാണ്. ആത്മാവാണ് നമ്മുടെ ദാഹം അകറ്റുന്നത്, ദൈവത്തെ കാണാനുള്ളൊരു ദാഹം അകറ്റുന്നത് എന്ന് സുവിശേഷകൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ക്രിസ്തു സമരിയക്കാരി സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയുടെ ചരിത്രം പറയുന്നുണ്ട്, ആ സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥ പറയുന്നുണ്ട്. ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി ഇവിടെ സുവിശേഷകൻ ചിത്രീകരിക്കുകയാണ്. ഇവിടെ പ്രവചനത്തെക്കാൾ കൂടുതൽ ഇവിടെ സുവിശേഷകൻ മുൻപോട്ട് വയ്ക്കുക യഥാർത്ഥമായി ആരാധിക്കേണ്ടത് ആരെയാണെന്നും എവിടെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ള അവരുടെ സംശയത്തെ ദൂരീകരിക്കുകയാണ്. ഇവിടെ അക്കാലഘട്ടത്തിൽ സമരിയക്കാർ ഗെരേസിമിലും യഹൂദർ ജെറുസലേമിലുമാണ് ആരാധന നടത്തിയിരുന്നത്. എന്നാൽ ക്രിസ്തു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ സ്ഥലങ്ങളിൽ മാത്രമായി നമ്മുടെ ആരാധനകൾ ഒതുങ്ങിപ്പോകരുത്, മറിച്ച് നിങ്ങൾ ആരാധിക്കേണ്ടത് ആത്മാവിലാണ്.
ആരാധിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്, ദൈവത്തെയാണ് എന്ന് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ഒരു സുവിശേഷ ഭാഗം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ ഭാഗം എഴുതപ്പെട്ട ഒരു കാലഘട്ടം എന്നുള്ളത് AD 90-കൾക്ക് ശേഷമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഏകദേശം 50 വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് എഴുതപ്പെട്ടത്. അക്കാലഘട്ടത്തിൽ യഹൂദരും സമരിയക്കാരും തമ്മിലുള്ള വൈദഗ്ധ്യങ്ങളെ, അവരുടെ ശത്രുതകളെ, അവർ തമ്മിലുള്ള ഭിന്നതകളെ, അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ആഹ്വാനമാണ് സുവിശേഷകൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സുവിശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിലോട്ട് എടുക്കുമ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗം നമ്മയും ഒത്തിരി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ ആദ്യമായി ക്രിസ്തു കാണിച്ചു തന്ന പാത തന്നെയാണ് നാം മനസ്സിൽ വെക്കേണ്ടത്. ക്രിസ്തു കാണിച്ചു തന്നതുപോലെ ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണം ക്രിസ്തു തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. ശത്രുവിൻ്റെ പാതയിലൂടെ, ശത്രു ജീവിക്കുന്ന, ശത്രു ഉള്ളിടത്തേക്ക് പോവുക, അവിടെ പോയി അവരുമായി രമ്യതപ്പെടുക എന്നുള്ളത് ശത്രു സ്നേഹത്തിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇവിടെ ക്രിസ്തു കാണിക്കുക. രണ്ടാമതായിട്ട് ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ സമരിയക്കാരിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. പുതിയൊരു ജീവിതം സമരിയക്കാരിക്ക് ലഭിക്കുകയാണ്. പുതിയ തിരിച്ചറിവ് ആ സമരിയക്കാരിക്ക് ലഭിക്കുകയാണ്. ക്രിസ്തുവാണ് പഴയ നിയമത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന, കാലാകാലഘട്ടങ്ങളായി അവർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ എന്നുള്ളത് അവൾ മനസ്സിലാക്കുകയാണ്. ഇതുപോലുള്ളൊരു തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത്, ക്രിസ്തുവാണ് എൻ്റെ രക്ഷകൻ, ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ സമരിയക്കാരിക്ക് ലഭിച്ചതുപോലെയുള്ളൊരു മാറ്റം, ഒരു കൺവെർഷൻ നമുക്കും ലഭിക്കും. അതിനായി സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.